നമസ്കാരം. ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PCHS നാച്ചുറൽ സയൻസിന്റെ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫൈലം കോഡേറ്റയുടെ പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഇന്ന് ഫൈലം കോഡേറ്റയുടെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം കോഡേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷന്റെ ഒരു ഔട്ട്ലൈൻ, അതുപോലെ തന്നെ അതിന് 3 സബ് ഫൈലങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഫൈലം കോഡേറ്റനെ. അത് സബ്ഫൈലം യൂറോകോഡേറ്റ, സബ്ഫൈലം സെഫലോകോഡേറ്റ, സബ്ഫൈലം വെർട്ടിബ്രേറ്റ. ഇവയുടെ മൂന്നിന്റെയും ജനറൽ ക്യാരക്ടേഴ്സും എക്സാമ്പിൾസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ തൊട്ടാണ് പഠിക്കുന്നത്. സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ജനറൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി ഈ ക്ലാസ്സിൽ സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ തൊട്ട് അവിടെ നിന്ന് സൂപ്പർ ക്ലാസ്സുകളായിട്ടും അതുപോലെ ക്ലാസ്സുകളായിട്ടും തിരിച്ചിരിക്കുന്നതും ആ ഓരോ ക്ലാസ്സുകളുടെയും ജനറൽ ക്യാരക്ടേഴ്സും ഇവിടെ എക്സാമ്പിൾസുമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് പറയാം. ഫൈലം കോഡേറ്റനെ 3 സബ് ഫൈലങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സബ്ഫൈലം യൂറോകോഡേറ്റ, സബ്ഫൈലം സെഫലോകോഡേറ്റ, സബ്ഫൈലം വെർട്ടിബ്രേറ്റ. യൂറോകോഡേറ്റയുടെയും സെഫലോകോഡേറ്റയുടെയും ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടു അല്ലേ? വെർട്ടിബ്രേറ്റയുടെയും ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പോൾ സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷൻ തൊട്ടാണ് ഇന്ന് നമ്മൾ പറയുക. സബ്ഫൈലം വെർട്ടിബ്രേറ്റിനെ 2 ഡിവിഷൻസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അവയുടെ മൗത്തിൽ, അതായത് വായക്കുള്ളില് താടിയെല്ലുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ, താടിയെല്ലുകളുടെ പ്രസൻസും ആബ്സെൻസിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് സബ്ഫൈലം വെർട്ടിബ്രേറ്റിനെ 2 ഡിവിഷനുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ആഗ്നാത്തയും നാത്തോസ്റ്റൊമാറ്റയും. നാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോ എന്നാണ് അർത്ഥം. ആഗ്നാത്ത എന്ന് പറയുമ്പോൾ ജോലെസ്, ലാക്സ് ജോ, ജോ ഇല്ലാത്തവര് എന്നാണ് ആഗ്നാത്ത എന്നുള്ളതിന്റെ അർത്ഥം. നാത്തോസ്റ്റൊമാറ്റ, നാത്തോ മീൻസ് ജോ എന്ന് പറഞ്ഞു, സ്റ്റോമ മീൻസ് മൗത്ത്. അപ്പൊ നാത്തോസ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ ജോഡ് മൗത്ത്. ഓക്കെ, അപ്പൊ ജോ ഉള്ള ജീവികളാണ് നാത്തോസ്റ്റൊമാറ്റയിൽ വരുന്നത്. ഇനി ആഗ്നാത്തേനെ ഒരൊറ്റ ക്ലാസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അത് സൈക്ലോസ്റ്റൊമാറ്റ എന്നുള്ള ജീവികളാണ്. നാത്തോസ്റ്റൊമാറ്റയെ എഗെയിൻ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് അവയുടെ ശരീരത്തിൽ ഫിൻസ് ആണോ ലിംസ് ആണോ ഉള്ളത് എന്നുള്ളതിനനുസരിച്ച്, അതായത് ചിറകുകളാണോ അതോ ഫിൻസ് ആണോ ഉള്ളത് അഥവാ കൈകാലുകൾ ആണോ ഉള്ളത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി സൂപ്പർ ക്ലാസ് സ്പൈസസ് എന്നും സൂപ്പർ ക്ലാസ് ടെട്രാപോഡ എന്നും 2 സൂപ്പർ ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതില് സൂപ്പർ ക്ലാസ് സ്പൈസസിൽ വരുന്നത് ഫിഷസ് ആണ്. അതിനെ 2 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് അവരുടെ എൻഡോസ്കെലറ്റനെ ബേസ് ചെയ്തിട്ടാണ് കോൺട്രിക്ടൈസ് എന്നും ഓസ്റ്റിക്ടൈസ് എന്നും 2 ഗ്രൂപ്പ്. ഇക്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കോൺട്രസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കാർട്ടിലേജ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ ബോൺ ആണ്. ഓക്കെ, അപ്പൊ കോൺട്രിക്ടൈസ് എന്ന് പറഞ്ഞപ്പോൾ കാർട്ടിലേജിനസ് ഫിഷസും ഓസ്റ്റിക്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണി ഫിഷസും. അങ്ങനെ 2 ക്ലാസ്സുകളായിട്ടാണ് സൂപ്പർ ക്ലാസ് സ്പൈസസ് തിരിച്ചിരിക്കുന്നത്. സൂപ്പർ ക്ലാസ് ടെട്രാപോഡ എന്ന് പറഞ്ഞാൽ ലിംസ് ബെയറിംഗ് ഓർഗാനിസംസ് ആണ്, കൈകാലുകളുള്ള ജീവികളാണ്. 4 ടെട്ര എന്ന് പറഞ്ഞാൽ 4, പോഡ മീൻസ് ലെഗ്സ്. അപ്പൊ 4 കാലുകൾ അല്ലെങ്കിൽ കൈകാലുകൾ ഉള്ള ജീവികളാണ് ടെട്രാപോഡയിൽ വരുന്നത്. 4 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്ലാസ് ആംഫീബിയ, ക്ലാസ് റെപ്റ്റീലിയ, ക്ലാസ് ഏസ് ആൻഡ് ക്ലാസ് മമീലിയ. ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവയുടെ ജനറൽ ക്യാരക്ടേഴ്സും എക്സാമ്പിൾസും ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ വർഗീകരണം ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു പോർഷൻ ആണ്. എന്നാലും പോയിന്റ്സ് വിട്ടുപോകാതിരിക്കാനായിട്ട് ഒന്നുകൂടി ഒന്ന് ഓർത്തു പോകാം നമുക്ക്. സബ്ഫൈലം വെർട്ടിബ്രേറ്റയുടെ വർഗീകരണം താടിയെല്ലുകളുടെ സാന്നിധ്യവും അഭാവവും അടിസ്ഥാനമാക്കിയാണ് സബ്ഫൈലം വെർട്ടിബ്രേറ്റയെ വർഗീകരിച്ചിരിക്കുന്നത്. സബ്ഫൈലം വെർട്ടിബ്രേറ്റയെ 2 ഡിവിഷനുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആഗ്നാത്തയും നാത്തോസ്റ്റൊമാറ്റയും. എന്തിന്റെ ബേസിസിലാണ്? താടിയെല്ലുകളുടെ സാന്നിധ്യവും അഭാവവും അടിസ്ഥാനമാക്കിയാണ്. ആഗ്നാത്ത വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്ക് വായിൽ താടിയെല്ലുകൾ ഇല്ല. നാത്തോസ്റ്റൊമാറ്റ വിഭാഗത്തിൽപ്പെടുന്ന മൃഗങ്ങൾക്ക് വായിൽ താടിയെല്ലുകൾ ഉണ്ട്. ഡിവിഷൻ ആഗ്നാത്തയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആഗ്നാത്തയിൽ വായയിൽ താടിയെല്ലുകൾ കൊണ്ട് താങ്ങി നിർത്തപ്പെടുന്നില്ല. ഈ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളെ താടിയേലില്ലാത്ത കശേരുക്കൾ എന്ന് ഉദ്ദേശിക്കുന്ന വെർട്ടിബ്രേറ്റ്സ് എന്നുള്ളതാണ് കേട്ടോ. താടിയേലില്ലാത്ത കശേരുക്കൾ, അതായത് ജോലെസ് വെർട്ടിബ്രേറ്റ്സ് എന്നും
വിളിക്കുന്നു. ആരെ? ഡിവിഷൻ അഗ്നാത്തെ. ഈ വിഭാഗത്തില് മൃഗങ്ങൾക്ക് വൃത്താകൃതിയിലുള്ള ഒരു വായുണ്ട്. അത് സക്ടോറിയൽ ഫണൽ എന്ന് അറിയപ്പെടുന്നു. എന്നെങ്ങനെയാണ് അറിയപ്പെടുക? സക്ടോറിയൽ ഫണൽ എന്നാണ് അവയുടെ വായ അറിയപ്പെടുന്നത്. ജോഡിയായ അനുബന്ധങ്ങളോ കൈകാലുകളോ ചിറകുകളോ ഒന്നും കാണപ്പെടുന്നില്ല. എക്സോസ്കെലിട്ടനും ഇല്ല. പകരം എൻഡോസ്കെലിട്ടൻ തരുണാസ്ഥിയാൽ നിർമ്മിതമാണ്. അടുത്തതാണ് ക്ലാസ്. അതിന്റെ ഒരേ ഒരു ക്ലാസ് ആണുള്ളത് സൈക്ലോസ്റ്റൊമാറ്റ. സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത് ആഗ്നാത്തയുടെ ഒരേ ഒരു ക്ലാസ് ആണ് സൈക്ലോസ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ആഗ്നാത്തയെ സൈക്ലോസ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്ന ഒരൊറ്റ ക്ലാസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു. ആഹാരം വലിച്ചെടുക്കാൻ വൃത്താകാരമായ വായ ഇവയ്ക്കുണ്ട്. ഈ വിഭാഗത്തിന്റെ സവിശേഷത അവയുടെ വായിൽ ടെന്റക്കിളുകൾ ഉണ്ട്, എന്നാൽ താടിയെല്ലുകൾ ഇല്ല എന്നതാണ്. ടെന്റക്കിളുകൾ കാണപ്പെടുന്നുണ്ട് വായയിൽ. ഇവയെല്ലാം ചില മത്സ്യങ്ങളിൽ ബാഹ്യപരാതങ്ങളായി, അതായത് എക്ടോ പാരസൈറ്റുകളായിട്ട് ജീവിക്കുന്നവയാണ്. അതായത് മത്സ്യങ്ങളിൽ എക്ടോ പാരസൈറ്റുകളായിട്ടാണ് ഈ സൈക്ലോസ്റ്റൊമാറ്റയിൽ ഉൾപ്പെടുന്ന ജീവികൾ കാണപ്പെടുക. നീളമുള്ള ശരീരമാണ്, പക്ഷെ ശരീരത്തെ പൊതിഞ്ഞ് സ്കെയിൽസ് ഒന്നും കാണപ്പെടുന്നില്ല. ശൽക്കങ്ങളില്ല. തലയോട്ടിയും നട്ടെല്ലും തരുണാസ്ഥിയാൽ നിർമ്മിതമാണ്. ശ്വസനത്തിനായി 6 മുതൽ 10 വരെ ജോഡി ശകുലവിടവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിൽ സ്ലിറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇവയെല്ലാം തന്നെ സമുദ്രജല ജീവികളാണ്. എന്നാൽ മുട്ടയിടുന്നതിന് വേണ്ടി ഇവ ശുദ്ധജലത്തിലേക്ക് ദേശാടനം നടത്തുന്നുണ്ട്. മുട്ടയിട്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മാതൃജീവി മരണപ്പെടും. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവകൾ രൂപാന്തരണത്തിന് ശേഷം സമുദ്രത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ആണ് പെട്രോമൈസൺ, മൈക്സീൻ, ഹാഗ് ഫിഷ് എന്നറിയപ്പെടുന്ന മൈക്സീൻ. ഇതവിടെ നോക്കിക്കേ, പെട്രോമൈസൺ ആണ് ഈ തന്നിരിക്കുന്നത്. അതിന്റെ മൗത്തിന്റെ പ്രത്യേകത നിങ്ങളൊന്ന് നോക്കിക്കേ, ശ്രദ്ധിച്ചോണേ. അത് ഈ മൗത്തിന്റെ പ്രത്യേകത ശ്രദ്ധിച്ചേ. റൗണ്ട് ആയിട്ടുള്ള ഒരു മൗത്താണ്, പക്ഷെ ഇതിൽ ടെന്റക്കിൾസ് ഒന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അല്ലെ? ഒരു സക്ടോറിയൽ ആയിട്ടുള്ള ഒരു മൗത്താണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അതേസമയം മൈക്സീന്റെ മൗത്ത് നോക്കിക്കേ, കണ്ടോ? ഇതിൽ ടെന്റക്കിൾസ് ഉണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. കാഴ്ചയിൽ രണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. പിന്നെ ഫിൻസിന്റെ വ്യത്യാസമുണ്ട്. ഫിൻസിന്റെ പ്രസൻസിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് മൈക്സീനും പെട്രോമൈസനും. ഇതാണ് സൈക്ലോസ്റ്റൊമാറ്റയ്ക്ക് എക്സാമ്പിൾസ്. അടുത്തത് ഡിവിഷൻ നാത്തോസ്റ്റൊമാറ്റയാണ്. വായിൽ താടിയെല്ലുകൾ താങ്ങി നിർത്തുന്ന ജീവികളാണ് നാത്തോസ്റ്റൊമാറ്റ വിഭാഗത്തിൽ പെടുന്നത്. അവയെ 2 സൂപ്പർ ക്ലാസ്സുകളായിട്ട് തിരിക്കാം, പൈസസ് ആൻഡ് ടെട്രാപോഡ. പൈസസ് എന്നും ടെട്രാപോഡ എന്നും 2 സൂപ്പർ ക്ലാസ്സുകളായിട്ടാണ് ഡിവിഷൻ നാത്തോസ്റ്റൊമാറ്റയെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മീനുകൾ, അതായത് മീനുകൾ മത്സ്യങ്ങളുടെ സൂപ്പർ ക്ലാസ്സിലും, അതായത് പൈസസ് എന്നുള്ള സൂപ്പർ ക്ലാസ്സിലും, 4 കാലുകളോ അല്ലെങ്കിൽ കൈകാലുകളോ ഉള്ള മൃഗങ്ങൾ ടെട്രാപോഡയുടെ സൂപ്പർ ക്ലാസ്സിൽ വരുന്നു. സൂപ്പർ ക്ലാസ് പൈസസിനെ കുറിച്ച് നമുക്ക് നോക്കാം. മത്സ്യങ്ങളെ 2 പ്രധാന ക്ലാസ്സുകളായിട്ട് തിരിക്കാം, കോൺട്രിക്ടീസ് എന്നും ഓസ്റ്റിക്ടീസ് എന്നും. തരുണാസ്ഥി കൊണ്ട് നിർമ്മിച്ച മത്സ്യങ്ങളാണ് കോൺട്രിക്ടീസ് വിഭാഗത്തിൽ വരുന്നത്. അസ്ഥി കൊണ്ട് നിർമ്മിച്ച മത്സ്യങ്ങൾ ഓസ്റ്റിക്ടീസ് വിഭാഗത്തിലാണ്. അതായത് അവരുടെ എൻഡോസ്കെൽട്ടന്റെ പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. തരുണാസ്ഥി കൊണ്ടാണ് അവരുടെ എൻഡോസ്കെൽട്ടൻ നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ, അസ്ഥി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതെങ്കിൽ അത് കോൺട്രിക്ടീസും, അസ്ഥി കൊണ്ട് നിർമ്മിച്ച അസ്ഥി കൂടെ ഉള്ളവര് ഓസ്റ്റിക്ടീസിൽ ഉൾപ്പെടുന്നു. ക്ലാസ് കോൺട്രിക്ടീസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് നമുക്കൊന്ന് നോക്കാം. തരുണാസ്ഥി മത്സ്യങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. കാർട്ടിലേജിനസ് ഫിഷസ്. ഇവ സമുദ്രജല മത്സ്യങ്ങളാണ്. ശരീരാകൃതി ധാരാരഹിതമാണ്. ഈ ടേംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്ട്രീം ലൈൻഡ് ബോഡി എന്നാണ് ധാരാരഹിതമാണ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആന്തരാസ്ഥികൂടം തരുണാസ്ഥിയാൽ നിർമ്മിതമാണ്. അതുകൊണ്ടാണ് ഇവയെ തരുണാസ്ഥി മത്സ്യങ്ങൾ അഥവാ കാർട്ടിലേജിനസ് ഫിഷസ് എന്ന് വിളിക്കുന്നത്. പ്രാക്കശേരു ആയുഷ്കാലം മുഴുവനും ഉണ്ടാകും. ഇവിടെ കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും തമ്മിൽ, കാർട്ടിലേജിനസ് ഫിഷസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും കാർട്ടിലേജിനസ് ഫിഷസും ബോണി ഫിഷസും തമ്മിൽ പ്രധാനപ്പെട്ട 4 വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, രണ്ടുപേരുടെയും ബോഡി സ്ട്രീം ലൈൻഡ് ആണ്. പക്ഷേ കാർട്ടിലേജിനസ് ഫിഷസിന്റെ എൻഡോസ്കെലിട്ടൺ കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ബോണി ഫിഷസിന്റെ എൻഡോസ്കെലിട്ടൺ ബോൺസ് വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മൗത്തിന്റെ ലൊക്കേഷൻ ആണ്. കാർട്ടിലേജിനസ് ഫിഷസില് മൗത്ത് ലൊക്കേറ്റഡ് അണ്ടർസൈഡ് ആണ്. അതായത് ശരീരത്തിന്റെ താഴ്ഭാഗത്തായിട്ടാണ്, ഹെഡിന്റെ താഴ്ഭാഗത്തായിട്ടാണ് മൗത്ത് വരിക. അതേസമയം ബോണി ഫിഷസിൽ പ്രധാനമായിട്ടും ടെർമിനൽ റീജിയൻ, അതായത് ഫ്രണ്ടിലായിട്ടായിരിക്കും മൗത്ത് വരിക. ഓക്കെ, ടെർമിനലോ സബ് ടെർമിനലോ ഒക്കെ ആയിട്ട് ഏകദേശം എൻഡ്
ഏരിയയിലാണ് മൗത്ത് വരിക. പിന്നെ ഇവിടെ ഒരു പ്രത്യേകതയാണ് ഗിൽ സ്ലിറ്റുകൾ. കാർട്ടിലേജിനസ് ഫിഷസിന് ഗിൽ സ്ലിറ്റുകളാണ് കാണുക, ഓപ്പർക്കുലം കാണില്ല. ബോണി ഫിഷസിന് ഓപ്പർക്കുലം, അതായത് ചെകിളമൂടി കാണും. ഓക്കെ, പിന്നെയുള്ള പ്രത്യേകത ഇവയുടെ സ്കെയിൽസിലാണ്. കാർട്ടിലേജിനസ് ഫിഷസിൽ പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് കാണുക, ബോണി ഫിഷസിൽ സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് ഫിഷ് സ്കെയിൽസ് ആണ് കാണുക. ഓക്കെ, പിന്നെയുള്ള പ്രത്യേകത ഇവിടെ കോഡൽ ഫിന്നാണ്, അതായത് ടെയിൽ ഫിന്നാണ്. ടെയിൽ ഫിന്ന് ബോണി ഫിഷസിൽ ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും. അതേസമയം കാർട്ടിലേജിനസ് ഫിഷസിൽ അപ്പർ ലോബ് കുറച്ചുകൂടി ലെങ്ത് ഉള്ളതായിരിക്കും, ലോങ്ങർ ആയിരിക്കും ലോവർ ലോബിനെ കാട്ടി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. കാർട്ടിലേജിനസ് ഫിഷസ് മറൈൻ ആനിമൽസ് ആണ്. സ്കെലട്ടൺ മെയ്ഡ് എൻറ്റയർലി ഓഫ് കാർട്ടിലേജ്. അതേസമയം ബോണി ഫിഷസ് ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടറിലും കാണപ്പെടുന്നുണ്ട്. അതായത് ശുദ്ധജലത്തിലും കാണപ്പെടും, സമുദ്രജലത്തിലും കാണപ്പെടും. അതുപോലെ തന്നെ അവരുടെ സ്കെലിട്ടൺ എൻറ്റയർലി ബോൺസ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ക്യാരക്ടേഴ്സിൽ നമ്മൾ പറയുന്നത്. നമ്മൾ കാർട്ടിലേജിനസ് ഫിഷസിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമുക്ക് ബാക്കി നോക്കാം. വായ അധോഭാഗത്താണ്. കാർട്ടിലേജിനസ് ഫിഷസിന്റെ കാര്യമാണ് പറയുന്നത്. കഴുത്തിന്റെ ഇരുവശങ്ങളിലും ശകുല വിടവുകൾ പ്രത്യേകമായി കാണപ്പെടുന്നു. ശകുല മൂടി കാണപ്പെടുന്നില്ല. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ത്വക്കിന്റെ പുറംപാളിയിൽ നിന്നും രൂപീകൃതമായ പ്ലാക്കോയിഡ് ശൽക്കങ്ങൾ തൊലിപ്പുറത്ത് നിരനിരയായി കുത്തനെ ക്രമീകരിച്ചിരിക്കുന്നതിനാൽ തൊലി പരുക്കനായി തോന്നും. താടിയെല്ലുകൾ ബലമുള്ളവയാണ്. അപ്പൊ ഇതിന്റെ സ്കെയിൽസ് ഓർത്തിരിക്കണം കേട്ടോ. കാർട്ടിലേജിനസ് ഫിഷസിന്റെ സ്കെയിൽസ് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്. പ്ലവക്ഷമത നിലനിർത്താൻ ശരീരത്തിനുള്ളിൽ വായു അറ ഇല്ലാത്തതിനാൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഇവയ്ക്ക് തുടർച്ചയായി നീന്തിക്കൊണ്ടിരിക്കണം. അതായത് ഇവയുടെ ശരീരത്തിനുള്ളിൽ എയർ സാക്കുകളില്ല, വായു അറകളില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ബോയൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും? തുടർച്ചയായിട്ട് നീന്തിക്കൊണ്ടിരിക്കേണ്ടി വരും. 2 അറകളുള്ള ഹൃദയമാണ് കാണപ്പെടുക, ഒരു ഓറിക്കിളും ഒരു വെൻട്രിക്കിളും. അത് ഫിഷസിലെല്ലാം 2 ചേമ്പേർഡ് ഹാർട്ട് ആണ് കാണപ്പെടുക. ചില തരുണാസ്ഥി മത്സ്യങ്ങളിൽ വിദ്യുത് അവയവങ്ങൾ കാണപ്പെടുന്നു. അതായത് ചില കാർട്ടിലേജിനസ് ഫിഷസിൽ ഈ ഇലക്ട്രിക് ഓർഗൻസ് കാണപ്പെടുന്നുണ്ട്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ഓർഗൻസ് കാണപ്പെടും. എക്സാമ്പിൾ ആണ് ടോർപിഡോ, ഇലക്ട്രിക് റേ എന്നറിയപ്പെടുന്ന ടോർപിഡോ. ഇതില് കാർട്ടിലേജിനസ് ഫിഷസിൽ പ്രധാനമായിട്ടും റേ ഫിഷസും അതുപോലെ ഷാർക്ക് പോലുള്ള ജീവികളൊക്കെയാണ് വരിക. ഓക്കെ, ചില മത്സ്യങ്ങൾക്ക് വിഷമുള്ളുകളുണ്ട്. ഉദാഹരണം ട്രൈഗൺ. സ്ഥിരമായ ശരീരോഷ്മാവ് നിലനിർത്താൻ കഴിവില്ലാത്ത ഇവ ശീതരക്തമുള്ള ജീവികളാണ്. പോയിക്ലോതെർമ്സ്, അതായത് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല. ഇവരുടെ പരിസ്ഥിതികൾക്കനുസരിച്ച് ഇവരുടെ ബോഡി ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാകും. ഈ സ്റ്റിംഗ് റേ എന്നറിയപ്പെടുന്ന ട്രൈഗൺ പോലുള്ള ജീവികളിൽ വിഷമുള്ളുകളുണ്ട്, ചില സ്റ്റിങ്ങുകൾ കാണപ്പെടും. ഇനി ആൺപെൺ ജീവികൾ വെവ്വേറെ കാണപ്പെടുന്നു. ബീജസങ്കലനം ആന്തരികമാണ്. ഇവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയാണ്. അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സാമ്പിൾ ആണ് സ്കോളിയോഡോൺ, നമ്മുടെ ഷാർക്ക്, ദെൻ ട്രൈഗോൺ, സ്റ്റിംഗ് റേ എന്നറിയപ്പെടുന്ന ട്രൈഗോൺ, ഇലക്ട്രിക് റേ എന്നറിയപ്പെടുന്ന ടോർപിഡോ. മൂന്നിന്റെയും പിക്ചേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സ്കോളിയോഡോൺ എന്ന് പറയുമ്പോൾ ഷാർക്കാണ്. ഇതായി ഗിൽ സ്ലിറ്റ് ഒക്കെ നല്ല വൃത്തിയായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുപോലെ റേ ഫിഷസ് ആണ് ഇത് രണ്ടും. ട്രൈഗൺ എന്ന് പറയുന്നത് സ്റ്റിംഗ് റേ ആണ്, ടോർപിഡോ എന്ന് പറയുന്നത് ഇലക്ട്രിക് റേ ആണ്. സ്റ്റിംഗ് റേക്ക് ഈ അതിന്റെ ടെയിലിന്റെ എൻഡിലായിട്ട് ഒരു സ്റ്റിങ് കാണപ്പെടും. ഇവയ്ക്ക് ഇലക്ട്രിക് റേ എന്നാണ് ടോർപിഡോ അറിയപ്പെടുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? സ്ട്രക്ചറിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതാണ് ക്ലാസ് ഓസ്റ്റിക്തിസ്. അപ്പോൾ സൂപ്പർ ക്ലാസ് സ്പൈസസിന്റെ 2 ക്ലാസ്സുകളാണ് ക്ലാസ് കോൺട്രിക്തിസും ക്ലാസ് ഓസ്റ്റിക്തിസും. അസ്ഥി മത്സ്യങ്ങൾ, ബോണി ഫിഷസ് എന്നറിയപ്പെടുന്ന ക്ലാസ് ഓസ്റ്റിക്തിസ് ആണ് പഠിച്ചത്. സമുദ്രജല മത്സ്യങ്ങളും ശുദ്ധജല മത്സ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ ഫിഷസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഉറപ്പുള്ള അസ്ഥികളാൽ നിർമ്മിതമായ ആന്തരാസ്ഥികൂടമാണ് ഇവയിൽ കാണപ്പെടുക. അതുകൊണ്ടാണ് ഇവയ്ക്ക് ക്ലാസ് ഓസ്റ്റിക്തിസ് എന്നുള്ള പേര് നൽകുന്നത്. ധാരാരേഖിത ശരീരം, എന്താണ്? സ്ട്രീം ലൈൻഡ് ബോഡി. വായ അഗ്രഭാഗത്ത് കാണപ്പെടുന്നു. ശകുല മൂടികളാൽ ആവരണം ചെയ്യപ്പെട്ട 4 ജോഡി ശകുലങ്ങൾ, അതായത് ഗിൽസിനെ കവർ ചെയ്തുകൊണ്ട് ഓപ്പർക്കുലം കാണപ്പെടുന്നുണ്ട്. അതാണ് ശകുല മൂടികൾ എന്ന് പറയുന്നത്. കാർട്ടിലേജിനസ് ഫിഷസിൽ അത് ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ശകുല മൂടികളാൽ ആവരണം ചെയ്യപ്പെട്ട 4 ജോഡി ശകുലങ്ങൾ ഇരുവശത്തും കാണപ്പെടുന്നു. ഹൃദയം 2 അറകളുള്ളതാണ്. ഇവ ശീതരക്തമുള്ളതാണ്, പോയിക്ലോതെർമ്സ് ആണ്.
ദെൻ ശൽക്കങ്ങൾ, സ്കെയിൽസ് സൈക്ലോയിഡ് അല്ലെങ്കിൽ ടീനോയിഡ് ആയിരിക്കും. സർക്കുലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ സെമി സർക്കുലർ ആയിട്ടുള്ളതോ ആയ സ്കെയിൽസ് ആയിരിക്കും ബോണി ഫിഷസിൽ കാണിക്കുക. പ്ലാക്കോയിഡ് സ്കെയിലും സൈക്ലോയിഡ് സ്കെയിലും ടീനോയിഡ് സ്കെയിലിന്റെ ഒരു ഡയഗ്രാം ഇവിടെ തന്നിട്ടുണ്ട്. ഡിഫറൻസസ് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇനി ബോണി ഫിഷസിന്റെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജലത്തിൽ പ്ലവക്ഷമത നിലനിർത്താൻ ശരീരത്തിൽ വായു അറകൾ കാണപ്പെടുന്നുണ്ട്. അപ്പൊ ബോയൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ സാക്കുകൾ അവരുടെ ശരീരത്തിൽ വായു അറകൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ജലത്തിൽ പൊങ്ങി കിടക്കാനായിട്ട് സാധിക്കും. ആൺപെൺ ജീവികൾ പ്രത്യേകം കാണപ്പെടുന്നു. ബീജസംയോഗം ബാഹ്യമാണ്. ഇവ മുട്ടയിടുന്നവയാണ്. അതും ഒരു പ്രധാന ഡിഫറൻസ് ആണ്. കാർട്ടിലേജിനസ് ഫിഷസ് അതേസമയം പ്രസവിക്കുന്നവയാണ്. ഇവ മുട്ടയിടുന്നവയാണ്. ഉദാഹരണം, സമുദ്രജല മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് സാർഡിനെല്ല, നമ്മുടെ മത്തി അല്ലെ. എക്സോസീറ്റസ്, പറക്കും മത്സ്യം എന്നറിയപ്പെടുന്ന ഫ്ലൈയിങ് ഫിഷ് എന്നറിയപ്പെടുന്ന എക്സോസീറ്റസ്. ദെൻ ഹിപ്പോകാമ്പസ്, കടൽക്കുതിര. ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. മാക്കറൽ, അയല അല്ലെ, ആങ്കോവി എന്നറിയപ്പെടുന്ന ഫിഷസ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ദെൻ ശുദ്ധജല മത്സ്യങ്ങൾ വരുന്നതാണ് ലേബിയോ, ക്ലാരിയസ്, മുഷീകാരി എന്നൊക്കെ അറിയപ്പെടുന്ന ക്ലാരിയസ്, ലേബിയരോഹിത എന്ന് പറയുന്ന രോഹു മത്സ്യം, കട്ല അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. ധാരാളം മത്സ്യങ്ങളുടെ പേരുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. സാർഡിനെല്ല, എക്സോസീറ്റസ്, ഹിപ്പോകാമ്പസ്. പിക്ചേഴ്സ് എല്ലാത്തിന്റെയും തന്നിട്ടുണ്ട്. ലേബിയരോഹിത, ക്ലാരിയസ്. നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസിനെ മാത്രം പിക്ചേഴ്സ് തന്നിട്ടുള്ളൂ. ഇത്ര മാത്രമൊന്നുമല്ല, ഫിഷസ് അറിയാലോ, ഒരുപാടുണ്ട്. അപ്പൊ അറിയാവുന്ന കോമൺ ആയിട്ടുള്ളതിന്റെയൊക്കെ പേരുകൾ ഓർത്തിരിക്കുക. ഫ്രഷ് വാട്ടർ ഫിഷസിൽ നമ്മുടെ എട്രോപ്ലസ്, കരിമീൻ, നമ്മുടെ അല്ലെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്ന കരിമീൻ ഒക്കെ ഫ്രഷ് വാട്ടർ ഫിഷസിൽ വരുന്നതാണ്. സിക്ലിഡ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് കരിമീനൊക്കെ വരിക. ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് ഓർത്തിരിക്കുക. സൂപ്പർ ക്ലാസ് ടെട്രാപോഡിനെ കുറിച്ചാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് നമ്മളുടെ നത്തോസ്റ്റൊമാറ്റയിൽ വരുന്ന സൂപ്പർ ക്ലാസ് ആണ്. ഏത്? സൂപ്പർ ക്ലാസ് സ്പൈസസും സൂപ്പർ ക്ലാസ് ടെട്രാപോഡയും. സൂപ്പർ ക്ലാസ് സ്പൈസസിനെ കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ രണ്ട് ക്ലാസ്സുകളുണ്ട്, കോൺട്രിക്ടീസും ഓസ്റ്റിക്ടീസും. ഇനി അടുത്തത് സൂപ്പർ ക്ലാസ് ടെട്രാപോഡ. 4 കൈകാലുകളോ അല്ലെങ്കിൽ കാലുകൾ പോലുള്ള ഘടനകളോ ഉള്ള ജീവികളാണ് ടെട്രാപോഡ. ഈ വിഭാഗത്തിലെ മൃഗങ്ങൾ പ്രധാനമായും കരയിലാണ് ജീവിക്കുന്നത്. പക്ഷെ ചിലത് വെള്ളത്തിലും ജീവിക്കുന്നവയുണ്ട്. ആംഫിബിയയുടെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ വെള്ളത്തിൽ ജീവിക്കുന്നവയും ഉണ്ട്. ഇവയെ 4 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ക്ലാസ് ആംഫീബിയ, ഉഭയജീവികൾ. ക്ലാസ് റെപ്റ്റീലിയ, ഉരഗങ്ങൾ. ക്ലാസ് ഏവ്സ്, പക്ഷികൾ. ക്ലാസ് മമേലിയ, സസ്തനികൾ. അപ്പൊ നമുക്ക് ഓരോ ക്ലാസ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലാസ് ആംഫീബിയ, അതായത് ഉഭയജീവികൾ. ആംഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ എന്നുള്ള അർത്ഥം. ഓക്കെ, ബയോസ് എന്ന് പറഞ്ഞാൽ ലൈഫ് എന്നുള്ള അർത്ഥമാണ്. അപ്പോ ആംഫി ബയോസ്, ഡ്യുവൽ ലൈഫ്, അങ്ങനെ രണ്ട് ജീവിതം കരയിലും വെള്ളത്തിലും ജീവിക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് ആംഫീബിയ എന്ന പേര് വന്നേക്കുന്നത്. ഇവയ്ക്ക് കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയും. ഉഭയജീവികൾക്ക് 2 ജോഡി കൈകാലുകളുണ്ട്. ശരീരത്തെ ഉടൽ, തല, അതായത് ഹെഡ്, ട്രങ്ക് എന്നിങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. ചിലതിന് വാലുണ്ടാകും. ഇതൊക്കെ ശൽക്കങ്ങൾ ഇല്ലാത്തതും നനവുള്ളതുമാണ്. സ്കെയിൽസ് ഒന്നും ശരീരത്തിൽ കാണുന്നില്ല, പക്ഷെ മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് കാണുക. ഇവ ശീതരക്തമുള്ള ജീവികളാണ്. പോയ്ക്ലോതേംസ് ആണ്. കണ്ണുകളിൽ കൺപോളയുണ്ട്. ഐലിഡ്സ് കാണാൻ സാധിക്കും. ചെവി എക്സ്റ്റേണൽ ഇയർ ഇല്ല, അതായത് പിന്ന എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇല്ല. പകരം ടിംപാനം എന്ന് പറയുന്ന ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു വൃത്താകൃതിയിലുള്ള കർണപടം കാണപ്പെടുന്നുണ്ട്. ത്വക്ക്, ശ്വാസകോശം, ശകുലങ്ങൾ എന്നിവയാണ് ശ്വസനാവയവങ്ങൾ. ത്വക്കിലൂടെയുള്ള ശ്വസനത്തിനെ നമ്മൾ എന്ത് പറയും? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ശ്വാസകോശത്തിലൂടെയുള്ളതിനെയോ പൾമനറി റെസ്പിറേഷൻ അല്ലെ. പിന്നെ ഉള്ളത് ശകുലങ്ങൾ. ശകുലങ്ങൾ എന്ന് പറഞ്ഞാൽ ഗിൽസ്. അപ്പൊ ഇതൊക്കെയാണ് ശ്വസന അവയവങ്ങൾ. ഹൃദയം 3 അറകളുള്ളതാണ്. ഹാർട്ട് 3 ചേമ്പേർഡ് ആണ്. 2 ഓറിക്കിളുകളും 1 വെൻട്രിക്കിളുമാണ് കാണപ്പെടുക. വിസർജന പ്രജനന രന്ധ്രം, ക്ലോയക്ക. ഓക്കെ, പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഈ കട്ടിയുള്ള പേരുകളൊക്കെയാണ്. വീണ്ടും വീണ്ടും വായിച്ചാലേ ഇതൊക്കെ ഓർമ്മ വരുള്ളൂ കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ക്ലോയക്ക എന്നൊക്കെ തന്നെ ആണ് കണ്ടേക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും. ചില ടേംസ് ഒക്കെ ഇംഗ്ലീഷിൽ തരും, ചിലതൊക്കെ മലയാളത്തിലും തരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചിരിക്കുക അത്രയാണ്.
വിസർജന പ്രജനന രന്ധ്രം എന്നറിയപ്പെടുന്ന ഒരു പൊതു അറയിലേക്ക് അന്നപഥവും മൂത്രനാളവും പ്രത്യുൽപാദന നാളികളും ഒരുമിച്ച് തുറക്കുന്നു. ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ക്ലോയാക്ക. ഇവ ഏകലിംഗ ജീവികളാണ്, സെക്സസ് സെപ്പറേറ്റ് ആണ്. ബീജസംയോഗം ബാഹ്യമാണ്, മുട്ടയിടുന്നവയാണ്. ഭ്രൂണവികാസം പരോക്ഷമാണ്, ലാർവൽ ഫോംസ് കാണപ്പെടുന്നു. തവളകളും സലമാൻഡറുകളും ഒക്കെയാണ് ഇതിൽ എക്സാമ്പിൾസ് ആയിട്ട് വരിക. എക്സാമ്പിൾ ആയിട്ട് തവള, മരത്തവള, ഹൈല, ദെൻ ബൊഫോ, സലമാൻഡർ, ആംബിസ്ട്രോമ, ഇക്തിയോഫിസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. റാണ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ തവള, ഹൈല എന്ന് പറഞ്ഞ മരത്തവള, ട്രീ ഫ്രോഗ് എന്നറിയപ്പെടുന്ന, ബൊഫോ എന്ന് പറയുന്ന ചോർത്തവള എന്നറിയപ്പെടുന്ന ജീവി, ആംബിസ്ട്രോമ എന്ന് പറഞ്ഞ സലമാൻഡറിൽ വരുന്നതാണ്. ഇക്തിയോഫിസ് ഇതും ഒരു ആംഫീബിയാണ്. കണ്ട പാമ്പിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ടല്ലേ, പക്ഷെ ഭയങ്കര മോയിസ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ്, സ്കെയിൽസ് ഇല്ല ഇവയ്ക്ക്. അപ്പൊ ഒരു പുഴു പോലത്തെ ഒരു സ്ട്രക്ചറാണ് ഇത് കാണപ്പെടുക. ഇത് ആംഫീബിയയിൽ ഉൾപ്പെടുന്ന ജീവിയാണ് ഇക്തിയോഫിസ്. സിസിലിയൻസ് എന്ന് കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ജീവികളാണിവ. ഇനി ക്ലാസ് ആംഫീബിയയുടെ ഓർഡറുകൾ വരെ നമുക്ക് പഠിക്കാനുണ്ട്. ക്ലാസ് ആംഫീബിയയുടെ ഒരു ക്ലാസിഫിക്കേഷൻ അപ് ടു ഓർഡർ ലെവൽ വരെ. ആംഫീബിയയെ 3 ഓർഡറുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓർഡർ യൂറോഡീല, ഓർഡർ എന്യൂറ, ഓർഡർ എപ്പോഡ. എപ്പോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഡ്സ്, ലെഗ്സ്, കൈകാലുകൾ ഇല്ലാത്തവയാണ് എപ്പോഡ. യൂറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെയില്, എന്യൂറ എന്ന് പറയുമ്പോൾ ടെയിൽലെസ്, യൂറോഡീല എന്ന് പറയുമ്പോൾ ടെയിൽ ഉള്ളവര്. ഓക്കെ, അങ്ങനെയാണ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഓർഡർ യൂറോഡീല എന്ന് പറഞ്ഞാൽ വാലുള്ള ആംഫീബിയൻസിനെയാണ് ഓർഡർ യൂറോഡീലയിൽ ഉൾപ്പെടുന്നത്. സലമാൻഡറുകളും ന്യൂട്സുകളുമാണ് അതിനകത്ത് വരിക. ഓർഡർ അന്യൂറ എന്ന് പറയുന്നത് വാലില്ലാത്ത ജീവികളാണ്. ഇവയ്ക്ക് പിൻകാലുകൾ ഉപയോഗിച്ച് ചാടാൻ കഴിയും. തവളയൊക്കെ അതിനകത്താണ് വരിക. അന്യൂറ വാലില്ലാത്ത ജീവികളാണ്. പക്ഷെ ഇവിടെ ലാർവൽ ഫോംസിൽ വാലുകൾ കാണപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോ ഹൈല, മരത്തവള, ദെൻ ബൊഫോ, ചെറുത്തവള, റാണ എന്ന് പറയുന്നത് ഇവിടെ സാധാരണ തവള, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. കോമൺ ഫ്രോഗ് ഒക്കെ അതിനകത്ത് വരുന്നതാണ്. ഓർഡർ അപ്പോഡ ജിംനോഫിയോണ എന്ന് പറയപ്പെടുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ്. ഉഷ്ണമേഖലാ പ്രദേശത്ത് കാണപ്പെടുന്ന കൈകാലുകളില്ലാത്ത പുഴുവിനെ പോലെ ഉടലുള്ള ഉഭയജീവികളാണ് ഇക്തിയോഫിസ്. The Gymnophiona Sicilians അറിയപ്പെടുന്നത്. ലിംബ്ലെസ് ആംഫീബിയൻസ് വിത്ത് അറൌണ്ട് 220 സ്പീഷീസ് സിസീലിയൻസ് കാണപ്പെടുന്നു. എന്യൂറ കാർണിവോറസ് ആണ്, ടെയിൽലെസ് ആംഫീബിയൻസ് ആണ് വിത്ത് ഓവർ 7600 സ്പീഷീസ്. യൂറോഡീല ലിസാർഡ് ലൈക്ക് ആംഫീബിയൻസ് വിത്ത് അറൌണ്ട് 760 സ്പീഷീസ്. സലമാൻഡേഴ്സും ന്യൂട്സും ഒക്കെയാണ് അതിനകത്ത് വരിക. കണ്ട പല്ലിയുടെ ഒക്കെ ഒരു ലുക്കാണ്, പക്ഷെ ആംഫീബിയസ് ആണ്. അതായത് എക്സോസ്കെലറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഓക്കെ, അടുത്തതാണ് ക്ലാസ് റെപ്റ്റീലിയ, ഉരകങ്ങൾ എന്നറിയപ്പെടുന്ന ക്ലാസ് റെപ്റ്റീലിയ. ഉരകവർഗത്തിൽപ്പെട്ട ജീവികൾ പ്രധാനമായും കരയിലാണ് ജീവിക്കുക. ഇവ ഇഴജന്തുക്കളാണ്. ഉരസ്സുകൊണ്ട് ഗമിക്കുന്നവരാണ് ഉരകങ്ങൾ. അതായത് ശരീരം കൊണ്ട് ചലിക്കുന്നവരാണ് ഗമിക്കുന്നവർ, അല്ലെ, മൂവ് ചെയ്യുന്നവർ, അതാണ് ഉരകങ്ങൾ. ക്ലാസ് റെപ്റ്റീലിയ ഇഴജന്തുക്കളാണ്, അതിനാലാണ് ഈ പേര് ലഭിച്ചത്. എപ്പിഡെർമിസിൽ നിന്ന് രൂപം കൊള്ളുന്ന ശൽക്കങ്ങളോ സ്ക്യൂട്ടുകളോ ഉള്ള വരണ്ട ത്വക്ക് ആണ് ഇവയുടെ പ്രത്യേകത. അതായത് സ്കിൻ ഡ്രൈ ആയിരിക്കും. അതുപോലെ തന്നെ സ്കെയിൽസോ സ്ക്യൂട്ട്സോ കാണും. പല്ലികള്, പാമ്പുകൾ പോലുള്ളവയൊക്കെ ചില സമയങ്ങളിൽ ശൽക്കങ്ങൾ പൊഴിക്കാറുണ്ട്. ഈ സ്കെയിൽസ് പൊഴിക്കാറുണ്ടാവും. ചെവിയെ പ്രതിനിധാനം ചെയ്യുന്ന കർണപടങ്ങൾ ടിംപാനം കാണപ്പെടുന്നു. ബാഹ്യകർണങ്ങളില്ല, പിന്ന കാണപ്പെടുന്നില്ല. 2 ജോഡി കൈകാലുകളുണ്ട്. 3 ശ്രകളുള്ള ഹൃദയമാണ്. അതായത് പാർഷ്യലി 4 ചേമ്പേർഡ് എന്ന് പറയാവുന്ന ഒരു ഹാർട്ടാണ് ക്ലാസ് റെപ്റ്റീലിയക്കുള്ളത്. മുതലയില് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് 4 ചേമ്പേർഡ് ആണ്. ഇവ ശീതരക്ത ജീവികളാണ്, പോയ്ക്ലോതേംസ് ആണ്. ദെൻ ഏകലിംഗ ജീവികളാണ്. ആന്തര ബീജ സംയോഗവും നേരിട്ടുള്ള ഭ്രൂണവികാസവും കാണിക്കുന്നു. ശീതരക്ത ജീവികൾ അറിയാമല്ലോ അല്ലെ, അതായത് ബോഡി ടെമ്പറേച്ചർ സ്ഥിരമായിട്ട് കാണപ്പെടുകയില്ല. ഇവ മുട്ടയിടുന്ന ജീവികളാണ്. ഉദാഹരണമാണ് പല്ലി, ഹെമിഡാക്ടൈലസ്, ഓന്തക്കലോട്ടസ്, മരിയോന്ത കാമിലിയോൺ, മുതല ക്രോക്കോഡൈലസ്, ചീങ്കണ്ണി അലിഗേറ്റർ, കടലാമ കീലോൺ, കരയാമ ടെസ്റ്റുഡോ പാമ്പുകൾ മുതലായവയെല്ലാം അതിന് എക്സാമ്പിൾസ് ആണ്. അവിടെ എക്സാമ്പിൾസ് നമ്മൾ സൈറ്റ് ചെയ്തേക്കുന്ന എക്സാമ്പിൾസിന്റെ എല്ലാം പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഈ അലിഗേറ്ററും ക്രോക്കഡൈലും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് അറിയും. ക്രോക്കഡൈലിന്റെ സ്നൗട്ട് കുറച്ചുകൂടി ഒരു വി ഷേപ്ഡ് ആയിരിക്കും. അലിഗേറ്ററിന്റെ കുറച്ചുകൂടി ഒരു ഇങ്ങനെ എന്താ പറയുക, സെമി സർക്കുലർ ആയിട്ടുള്ള കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു മൗത്താണ് അലിഗേറ്ററിന്റെ കാണുക കേട്ടോ. അതുപോലെ തന്നെ ക്രോക്കഡൈലിന്റെ ഇങ്ങനെ വായ അടച്ചു വെച്ച് കഴിഞ്ഞാല് അപ്പർ ടീത്തും ലോവർ ടീത്തും കാണാൻ പറ്റും. പക്ഷെ അലിഗേറ്ററിൻ്റെത് അപ്പർ ടീത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതാണ് ഒരു ഡിഫറൻസ് തമ്മിൽ പറയുക. അതുപോലെ തന്നെ ഈ സ്ക്യൂട്ട്സിന്റെ അറേഞ്ച്മെന്റിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ.
അപ്പൊ ഇത് കലോട്ടസും ഇത് കെമലിയോണ്. ഹെമിഡാക്ടൈൽസ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലി. ടെസ്റ്റ്യൂഡോ എന്ന് പറയുന്നത് കരയാമയും ടർട്ടില് കടലാമയാണ്. കടലാമയിൽ കണ്ട ഈ പാഡിൽസ് പോലെയാണ് ഈ ലെഗ്സ് കാണുക. അതേസമയം ഇതില് ഇങ്ങനെ നെയിൽസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതാണ് ഇവരുടെ തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് നമുക്ക് തിരിച്ചറിയാനായിട്ട് മനസ്സിലാവുന്നത്. പിന്നെ സൈസിലും ഡിഫറൻസ് ഉണ്ടാവും. അടുത്തതാണ് ക്ലാസ് എയ്ഡ്സ്. പക്ഷികൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ക്ലാസ് എയ്ഡ്സ്. ഇവയ്ക്ക് കൊക്കുകളും ചിറകുകളും ഉണ്ട്. ബീക്സ് ആൻഡ് വിങ്സ്. ഇതാണ് ഇവയുടെ പ്രത്യേകത. പിന്നെ ഇവരുടെ എക്സോസ്കെലറ്റൻ തൂവലുകളാണ് അല്ലെ, ഫെതേഴ്സ് ആണ്. ഇവയ്ക്ക് പറക്കാൻ കഴിവുണ്ട്. എന്നാൽ എമു, ഒട്ടകപക്ഷി മുതലായവ പറക്കാൻ കഴിവില്ലാത്തവയാണ്. പറക്കുന്നതിനായി അവയുടെ തൂവലുകളും ചിറകുകളായി രൂപാന്തരം പ്രാപിച്ച മുൻകാലുകളും ഉപയോഗിക്കുന്നു. പിൻകാലുകൾ നടക്കുന്നതിനും നീന്തുന്നതിനും മരക്കൊമ്പിൽ പിടിച്ചിരിക്കുന്നതിനും അനുകൂലനങ്ങളുള്ളവയാണ്. ഇതൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇവയ്ക്ക് ഉഷ്ണരക്തവും 4 അറകളുള്ള ഹൃദയമുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം പോയിക്ലോതേംസ് ആണ്. അതേസമയം ഏവ്സിനും മാമൽസിനും എന്താണ്, കോൺസ്റ്റന്റ് ബോഡി ടെമ്പറേച്ചർ ഉള്ളവരാണ്. അതായത് അവർ ഹോമിയോതേംസ് ആണ്. ബാക്കിയുള്ളവയെല്ലാം പോയിക്ലോതേംസ് ആണ്. അപ്പൊ ഇവയ്ക്ക് ഉഷ്ണരക്തമാണ് ഉള്ളത്. 4 അറകളുള്ള ഹൃദയം, 4 ചേമ്പേർഡ് ഹാർട്ട് ആണ് ഏവ്സിനും മാമൽസിനും ഉള്ളത്. പൊള്ളയായതും ധാരാളം വായു അറകളുള്ളതും ഉറപ്പുള്ളതുമായ അസ്ഥികളാൽ നിർമ്മിതമായ അസ്ഥികൂടം ഇവയുടെ പ്രത്യേകത. ന്യൂമാറ്റിക് ബോൺസ്, അതായത് പൊള്ളയായതും അതുപോലെ ധാരാളം വായു അറകൾ ഉള്ളതുമായിട്ടുള്ള അസ്ഥികളാണ്. അതുകൊണ്ടാണ് അവയുടെ അസ്ഥികൂടം നിർമ്മിച്ചിരിക്കുന്നത്. വെയിറ്റ്ലെസ് ആയിട്ട് അവർക്ക് ഫ്ലൈ ചെയ്യാനായിട്ടുള്ള, പറക്കാനുള്ള ഒരു അഡാപ്റ്റേഷനിൽ വരുന്ന ഒന്നാണത് ന്യൂമാറ്റിക് ബോൺസ് എന്നുള്ളത്. അതുപോലെ തന്നെ ത്വക്ക് വരണ്ടതും ഗ്രന്ഥികളില്ലാത്തതുമാണ്. സ്കിന്ന് ഡ്രൈ ആണ്, പക്ഷേ വാലിന്റെ ചുവട്ടിൽ ഒരു ഓയിൽ ഗ്ലാൻഡ് ചില പക്ഷികളിൽ കാണപ്പെടുന്നത്. എസ്പെഷ്യലി അക്വാട്ടിക് ബേർഡ്സിലൊക്കെയാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അനുബന്ധ വായു അറകളോടുകൂടിയ ശ്വാസകോശമാണ് ഇവയുടെ ശ്വസനാവയവം. അതായത് അഡീഷണൽ ആയിട്ട് എയർ സാക്കുകളോടുകൂടി ഉള്ള ലങ്സ് ആണ് ഇവയുടെ ശ്വസനാവയവമായിട്ട് വരിക. അന്നപഥത്തില് ക്രോപ്പ്, ഗിസാർഡ് എന്നീ അനുബന്ധ അറകളും കാണപ്പെടുന്നു. പറക്കുന്ന സമയത്തൊക്കെ അതൊക്കെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസിൽ വരുന്നതാണ് കേട്ടോ ഇതെല്ലാം. ക്രോപ്പ്, ഗിസാർഡ് തുടങ്ങിയ അഡീഷണൽ ആയിട്ടുള്ള ചേമ്പേഴ്സ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കും, ഡൈജസ്റ്റീവ് ട്രാക്കിൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഫുഡ് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്. ഏകലിംഗ ജീവികളാണ്. ആൺപെൺ ജീവികൾ പ്രത്യേകം കാണപ്പെടുന്നുണ്ട്. മുട്ടയിടുന്നവയാണ്. ബീജസംയോഗ ആന്തരികവും വികസനം പരോക്ഷവും ആണ്. എക്സാമ്പിൾസ് എമു, സ്ട്രുത്തിയോ എന്നറിയപ്പെടുന്ന ഒട്ടകപക്ഷി, സിറ്റാക്കുല തത്ത, പാവോ മയിൽ, നിയഫ്രോൺ എന്നറിയപ്പെടുന്ന കഴുകൻ, കോർവസ് എന്നറിയപ്പെടുന്ന കാക്ക, കൊളുമ്പ പ്രാവ്, അച്ചിനോഡൈറ്റിസ് എന്നറിയപ്പെടുന്ന പെൻഗിൻ, അക്വില എന്നറിയപ്പെടുന്ന പരുന്ത് മുതലായവയൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ഞാൻ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ക്ലാസ് മമേലിയ, സസ്തനികൾ. മനുഷ്യൻ ഉൾപ്പെടുന്ന ക്ലാസ് ആണ് അല്ലെ. ഇവ വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിൽ കാണപ്പെടുന്നു. ഏറ്റവും പ്രധാന സവിശേഷത ക്ഷീരഗ്രന്ഥികളാണ്. മാമറി ഗ്ലാൻഡ്സ് ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്താനായിട്ട് ഇവ സഹായിക്കുന്നു. പിന്നെ ഉള്ളൊരു പ്രത്യേകത രോമാവൃതമായ ചർമ്മമാണ്. എക്സോസ്കെൽട്ടൻ ഹെയർസ് ആണ് കാണപ്പെടുക. ഇവയ്ക്ക് ഓരോ ജോഡി കൈകാലുകൾ ഉണ്ട്. നടക്കുന്നതിനും പറക്കുന്നതിനും ചാടുന്നതിനും ഓടുന്നതിനും കയറുന്നതിനും നീന്തുന്നതിനും കുഴിക്കുന്നതിനും ഒക്കെ അനുകൂലമുള്ളവയാണിവ. അതായത് വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകളിൽ കാണപ്പെടുന്നത് കൊണ്ട് തന്നെ ഇവ അതിനൊക്കെ അനുകൂലനങ്ങൾ ഉള്ള കൈകാലുകളാണ് ഇവയ്ക്ക് കാണപ്പെടുക. ഇവയുടെ താടിയെല്ലുകളില് വ്യത്യസ്ത തരം പല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ബാഹ്യകർണം കാണപ്പെടുന്നു, പിന്ന കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇതുവരെ ഉള്ളതിലൊന്നും നമ്മൾ പിന്ന കണ്ടില്ല അല്ലെ, ബാഹ്യകർണം കണ്ടില്ല. മാമൽസിന് മാത്രമാണ് ബാഹ്യകർണം ഉള്ളത്. ശ്വാസകോശമാണ് ശ്വസനാവയവം. ഹൃദയത്തിന് 4 അറകളുണ്ട്. 4 ചേമ്പേർഡ് ഹാർട്ട് ആണ്. ഇവ ഉഷ്ണരക്തജീവികളാണ്, ഹോമിയോതേംസ് ആണ്. കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബോഡി ടെമ്പറേച്ചർ കാണപ്പെടും. ആൺ പെൺ ജീവികൾ പ്രത്യേകം കാണപ്പെടുന്നു. മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടും. ആന്തരിക ബീജസംയോഗമാണ്. നേരിട്ടുള്ള ഭ്രൂണവികാസമാണ്. കുറച്ച് ജന്തുക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നവയാണ്. ചില വളരെ റയർ ആയിട്ടാണ് മുട്ടയിടുന്നവ ഉള്ളത്. പ്ലാറ്റിപ്പസ് ആണ് മുട്ടയിടുന്നതിന് എക്സാമ്പിൾ. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതിൽ കങ്കാറു, വവ്വാല്, പൂച്ച, ആന, കുതിര, നീലത്തിമിംഗലം, പട്ടി, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട് അല്ലെ. നമുക്ക്
അക്വാട്ടിക് മാമൽസിൽ വരുന്നതാണ് നീലത്തിമിംഗലവും ഡോൾഫിൻസും ഒക്കെ. ബെറനോപ്റ്റീറ, ഡെൽഫിനസ് എന്നറിയപ്പെടുന്ന നീലത്തിമിംഗലവും ഡോൾഫിനും ഒക്കെ അക്വാട്ടിക് മാമൽസിൽ വരുന്നതാണ്. ആനയുടെ പേര് എലഫാസ് എന്നാണ് അല്ലെ, എലഫാസ് മാക്സിമ. ദെൻ കുതിര എക്വസ് ആണ്, കങ്കാരു മാക്രോപ്പസ് ആണ്, വവ്വാൽ ടീറോപ്പസ് ആണ്, പൂച്ച പെൻഡിസ് ആണ്. എക്സാമ്പിൾസ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയാണ് മാമൽസിന്റെ എക്സാമ്പിൾസ്. ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ഫൈലം കോഡേറ്റ് ചെയ്തതോടുകൂടി തീരുകയാണ്. നമ്മുടെ അനിമൽ ഡൈവേഴ്സിറ്റി എന്നുള്ള ടോപ്പിക്കും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സെൽ ബയോളജി സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതുന്നു. ഫിസിയോളജി എല്ലാവർക്കും അത്യാവശ്യം ഒരു അറിവുള്ള ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് സെൽ ബയോളജിയും മോളിക്കുലർ ബയോളജിയും നെക്സ്റ്റ് എടുക്കുകയാണ്. ഫിസിയോളജി നമുക്ക് +1 +2 ടെക്സ്റ്റ് തന്നെ ധാരാളമാണ്. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ സെൽ ബയോളജി ക്ലാസ്സിൽ അടുത്തതായിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ ലിസണിങ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. See you in my next video. Bye.